ക്രൈസ്തലോ ക്രിസ്ത്യൻ ഭാവന ദൈവം മാനിച്ച അത്ഭുതപാത്രം. ഞാനൊരു കൽഭരണിയാണ്. ഒരുപാട് കാലമായി പുറംപറമ്പിൽ കിടന്നിരുന്നു ഞങ്ങൾ 6 പേർ. പറമ്പിൻ്റെ പുറത്ത് ഒരു കോണിൽ നിശബ്ദമായി കിടക്കുന്ന ഒരു കൽപാത്രം. ആരും ശ്രദ്ധിക്കാത്തത്. ഒരിക്കൽ ഞാൻ തിരിച്ചറിഞ്ഞു, വെറും കല്ലായി കഴിഞ്ഞു പോകേണ്ടതല്ല എൻ്റെ ജീവിതം. ദൈവത്തിൻ്റെ മഹത്വം നിറയപ്പെടാൻ ുള്ളവളാണ് ഞാനിന്ന്. എന്നെ ഒരുപാട് കല്യാണ വീടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കാനാവിലെ കല്യാണ വീട്ടിലെ പുറം പറമ്പിലുണ്ടായിരുന്നു, ഭാവങ്ങളില്ലാതെ ശബ്ദങ്ങളില്ലാതെ മറയപ്പെട്ട്. പക്ഷേ ഒരു ദിവസം യേശു കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിലെത്തിയപ്പോൾ എല്ലാം മാറി. അവൻ്റെ വരവ് നിശബ്ദമായിരുന്നു, പക്ഷേ അവൻ്റെ ഫലങ്ങൾ ബഹുശ്രുതിയായി മാറി. വീഞ്ഞു തീർന്നു, വീട്ടുകാരുടെ ആശകളും പ്രതീക്ഷകളും മങ്ങിയിരുന്നു. പക്ഷേ കർത്താവ് നൽകിയതോ മുമ്പെങ്ങും രുചിക്കാത്ത തരം വീഞ്ഞ്. മറിയം കൽപ്പിച്ചു, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യൂ. അവൻ പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. നീണ്ട കാലമായി ആരും എന്നെ ഉപയോഗിച്ചിരുന്നില്ല, പക്ഷേ ആ ദിനം അവൻ എന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് സംശയമുണ്ടായിരുന്നു, വീണ്ടും വെറും വെള്ളമോ? വീണ്ടും എൻ്റെ ജീവിതം പലരും ഉപയോഗിച്ച് ഉപേക്ഷിക്കപ്പെടുമോ? പക്ഷേ അതേ വെള്ളം അവൻ എന്നെ നിറച്ചപ്പോൾ അതിൻ്റെ സ്വഭാവം തന്നെ മാറി. അത് വീഞ്ഞായി, അതും ഏറ്റവും നല്ല തരം. ഒരു മാറ്റമുണ്ടായി. ആ വെള്ളം വീഞ്ഞായി മാറിയിരിക്കുന്നു. വിരുന്നും നിയന്ത്രിച്ചവനും ക്ഷണിക്കപ്പെട്ടവരും ഒന്നിച്ചു പറയേണ്ടി വന്നു, സാധാരണ ഉത്തമമായത് ആരംഭത്തിലായിരിക്കും, പക്ഷേ നിങ്ങൾ അവസാനം വരെയും ഇത്തരം ഒരു വീഞ്ഞ് സൂക്ഷിച്ചു. എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒരു അപമാനമല്ല, ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു. മറ്റുള്ളവരൊക്കെ അത്ഭുതത്തോടെ പറഞ്ഞത് ഞാൻ കേട്ടു, ഇത്ര നല്ലത് ഇതുവരെ ആരും നൽകിയിട്ടില്ല. ഞാൻ അവൻ്റെ ആദ്യത്തെ അത്ഭുതമായി മാറി. പച്ചവെള്ളം വീഞ്ഞായി. മറ്റുള്ളവർ കുടിച്ചു, ആശ്ചര്യപ്പെട്ടു. ഞാനിന്നും ഇവിടെ തന്നെയാണ്. കാലങ്ങൾ കടന്നുപോയി, പക്ഷേ എൻ്റെ ഉള്ളിൽ ഇന്നും ആ അത്ഭുതത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് ഞാൻ വെറും ഒരു പാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പാത്രമായവളാണ്. ലോകം ഉപേക്ഷിച്ചവരെ ദൈവം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊട്ടിയവരെ, തളർന്നവരെ, ശൂന്യമായവരെ അവൻ ഇന്നും തിരയുന്നു, പൊട്ടിയ പാത്രങ്ങളെയും. നിന്റെ ജീവിതം എത്ര ശൂന്യമായാലും ദൈവം അതിനെ അത്ഭുതപാത്രമാക്കി മാറ്റാൻ ശക്തനാണ്. ഞാനൊരു ശൂന്യമായ കൽപാത്രമായിരുന്നു. ദൈവം എന്നിൽ അത്ഭുതം നിറച്ചപ്പോൾ ഞാൻ ചരിത്രമായി മാറി. ഞാൻ കൽഭരണിയാണ്, യേശു കർത്താവിൻ്റെ കയ്യിൽ അത്ഭുതമായി മാറ്റപ്പെട്ട പാത്രം.